ഇപ്പോൾ തങ്ങൾ പറഞ്ഞോ പള്ളി ഒളിച്ചിട്ടല്ല അമ്പലം ഉണ്ടാക്കിയതെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നിങ്ങൾ അതിൽ എവിടുന്നെങ്കിലും ഒരു വാക്കെടുത്ത് ഉച്ചരിച്ച് മാറ്റി പറഞ്ഞാൽ അതിന് ഉത്തരവാദികൾ ഞങ്ങളാ. അതാരെങ്കിലും ഏറ്റുപിടിച്ചാൽ അതിന് ഉത്തരവാദികൾ ഞങ്ങളാ. ഞങ്ങൾ പറഞ്ഞതും പറയേണ്ടതും എന്താണെന്ന് വ്യക്തമായി ഞങ്ങൾക്കറിയാം, അത് പറയാറുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കൊരു സംശയം വരാൻ ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങൾ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഒരു സംശയം, നിങ്ങൾക്കുള്ള സംശയം ജനങ്ങൾക്കില്ല, നിങ്ങൾക്കുള്ള സംശയം ജനങ്ങൾക്കില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചന്ദ്രിക ദിനപത്രം ഇത് പള്ളി വിളിച്ചാണ് ഇത് ഈ കഥകളൊക്കെ മറന്നു പോകുന്നു. പിന്നെ ഭൂരിപക്ഷത്തിന്റെ താല്പര്യമാണ് രാമക്ഷേത്രം എന്ന് പറയുന്നു. ഇതൊക്കെ കാണുമ്പോൾ ഒരു സംശയം സ്വാഭാവികമായിട്ടും കേരളത്തിലെ അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ രാഷ്ട്രീയ നയം എന്താണെന്ന് തുറന്നു പറയാനുള്ള ശക്തിയും വലിപ്പവും ധൈര്യവും ഞങ്ങൾക്കുണ്ടല്ലോ. ഞങ്ങളിതിനായി ഭയപ്പെടുന്നത്. ഞങ്ങളുടെ നയം വളരെ കൃത്യമാണ്. അതിനെവിടെയെങ്കിലും ഒരു കോമയോ കുത്തോ അപ്പുറത്തോ ഇപ്പുറത്തോ മാറിയത് കൊണ്ട് അതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാകും. ഇതുപോലുള്ള ഒരുപാട് ഓലപ്പാമ്പുകൾ പല ഘട്ടങ്ങളിൽ ലീഗിനെതിരെ വന്നിട്ടുണ്ട്. അതൊന്നും കേരളീയ രാഷ്ട്രീയ പൊതുസമൂഹത്തിൽ ഫലിക്കാതെ പോയിട്ടുണ്ട്. കേന്ദ്ര നയങ്ങൾക്കെതിരായ സമരത്തിന് ലീഗിന് അതിൽ എതിർപ്പില്ല, അത് ന്യായമാണ്. അത്തരം ന്യായമായ കാരണങ്ങളുണ്ട് അങ്ങ് തന്നെ പറയുന്നു. എന്നാൽ ആ സമരത്തെ കൃത്യമായി എന്താണ് കാരണം അല്ലെങ്കിൽ കൃത്യമായ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച് സർക്കാർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞാൽ യോജിച്ചുള്ള സമരത്തിന് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള കക്ഷികൾ തയ്യാറാകുന്നു. അതല്ല, അത് ബോധ്യപ്പെടുത്താൻ ഒരുപാട് അവസരം കൊടുത്തിട്ട് അവർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ഇപ്പോൾ അപ്രസക്തല്ലേ. നിരവധി തവണ ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും ഉപനേതാവും എല്ലാവരും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം? കേരളത്തിലെ കഴിഞ്ഞ 5-6 കൊല്ലത്തെ ഭരണത്തിനിടയ്ക്കുണ്ടായ ധൂർത്തും അഴിമതിയും ഇതുകൊണ്ടൊക്കെ വല്ല നഷ്ടവും നമുക്ക് വന്നിട്ടുണ്ടോ എന്നൊക്കെ അറിയണമല്ലോ. അത് അറിയിക്കാൻ അവർ ഇങ്ങോട്ട് സഹകരിക്കാൻ തയ്യാറാകാത്തവരോട് നമ്മൾ ചാടിക്കയറി സഹകരിച്ചിട്ട് പറ്റുമോ? അതിൽ പ്രത്യക്ഷമായ ചില കാരണങ്ങൾ നമുക്ക് തന്നെ കാണാമല്ലോ. ഇതിപ്പം സർക്കാർ വ്യക്തമാക്കാത്ത കാരണങ്ങളെ സംബന്ധിച്ച് അങ്ങ് പറഞ്ഞു. അല്ലെങ്കിൽ ഈ കേന്ദ്ര വിഹിതം നൽകുന്നതിൽ പ്രത്യേകിച്ച് GST വിഹിതം നൽകുന്ന ഉൾപ്പെടെയുള്ള വിവേചനം പ്രത്യക്ഷമായി തന്നെ കാണാം. അത് പല ഘട്ടങ്ങളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ളത്, അതിൽ തർക്കമുണ്ടാവുകയില്ല. അപ്പം പ്രത്യക്ഷമായ അത്തരം കാരണങ്ങൾ നിലവിൽ തന്നെ ഉണ്ട്. അപ്പം ആ കാരണങ്ങൾ കൂടി ചൂണ്ടിക്കാണിച്ചാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഡൽഹിയിൽ ഉൾപ്പെടെ സമരം നടത്തുന്നത്. നിങ്ങൾ പറഞ്ഞ മറ്റു കാരണങ്ങൾ ശരി, സംസ്ഥാന സർക്കാർ അതിൽ വ്യക്തത വരുത്തണം. ഇവിടുത്തെ ഇത്രയധികം സമയങ്ങൾ പറഞ്ഞുകൊണ്ട് എനിക്ക് മറുപടി പറയാൻ സമയമുണ്ടോ? അത്രേ ഉള്ളൂ. അതായത് ഈ പ്രത്യക്ഷമായ ചില കാരണങ്ങളുണ്ട്. അപ്പൊ അത് മറ്റു കാരണങ്ങൾ കൂടി ഇത് വളരെ വ്യക്തമാണല്ലോ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു. കേരളത്തെ മാത്രമല്ല, BJP ഇതര ഗവൺമെൻറ്റുകളുള്ള സംസ്ഥാനങ്ങളെ ക്രൂരമായി അവഗണിക്കുന്നു. സാമ്പത്തിക കാര്യങ്ങളിലായിരുന്നാലും അവരുടെ അന്വേഷണ ഏജൻസികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരുന്നാലും ഒക്കെ അതിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. ഞങ്ങളതിനെ എതിർക്കുന്നു. കേരളത്തിൽ മാത്രമല്ലല്ലോ ഈ നടക്കുന്നത്, എല്ലായിടത്തും. അപ്പോൾ അതുപോലെ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാന ഗവൺമെൻറ്റുകളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിൽ കേന്ദ്രത്തിൻ്റെ നിലപാടുകളെ അത്തരം കാര്യങ്ങളിൽ മാത്രമല്ല, കേന്ദ്രത്തിൻ്റെ നയപരമായ കാര്യങ്ങളിലും ഇപ്പോൾ ഏക സിവിൽ കോഡിലേക്ക് പോകുന്നതും മറ്റ് CAA കൊണ്ടുവരുന്നു, ഇതിനൊക്കെ ഞങ്ങൾ എതിർക്കുന്നുണ്ടല്ലോ. അതിലൊക്കെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നുണ്ട്. പക്ഷേ ഇവരോടൊപ്പം ഇവർ പറയുന്ന കാരണങ്ങൾ കൊണ്ട് അവർ പറയുന്ന സമയത്ത് ചെയ്യാൻ അവർ ഞങ്ങളെ വിശ്വാസത്തിലെടുക്കാത്തതുകൊണ്ട് ഞങ്ങൾക്ക് നിവൃത്തിയില്ല, ഞങ്ങൾ ചെയ്യുന്നില്ല.